ഇന്നലെ ഇന്ത്യ കളി ജയിച്ചെങ്കിലും സിംബാബ്വെ ഒരു പൊരുതിയാണ് തോറ്റ്. അത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രയൻ ബെന്നറ്റിന്റെ ഒരു തീപാർന്ന ഇന്നിങ്സാണ് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. ഹാമിൽട്ടൺ, മസക്കട്ട് സിംഗ്, ക്രെയ്ഗ് ഇർവിനും ഷോൺ വില്യംസും ഇവരെല്ലാവരും ഉണ്ടായിരുന്ന ഒരു കാലത്ത് സിംബാബ്വെയുടെ ഒരു തിരിച്ചറിവിന്റെ ഒരു സൂചനയാണ് ഈ സിംബാബ്വെ ഇപ്പൊ ഇന്നലെ നടന്ന മത്സരത്തിലൂടെ കാണാൻ കഴിഞ്ഞത്. ഇന്നലെ ഇന്ത്യ ബെന്നറ്റ് വിറപ്പിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ ബെന്നറ്റിനെ കൂടാതെ പിന്നെ സിക്കന്ദർ റാസ കുറച്ചൊക്കെ കളിച്ചു. അതിനപ്പുറത്തേക്ക് ഒരു കളി വന്നില്ല. അതിനപ്പുറത്തേക്ക് ഈ ദക്ഷിണാഫ്രിക്കെതിരെ തോറ്റ ഇന്ത്യയെ അല്ല ഇന്നലെ കണ്ടത്. അത് കണ്ട് പരിങ്ങുന്ന ടീമൊന്നും ആയിരുന്നില്ല. ഒന്നാമത് വെസ്റ്റ് ഇൻഡീസ് ദക്ഷിണാഫ്രിക്കയുടെ തോറ്റതോടെ ഇന്ത്യ കുറച്ച് സേഫായി. ഇപ്പം ഇനിയും റൺ റേറ്റ് നോക്കണ്ട, വെസ്റ്റ് ഇൻഡീസിനെ തോപ്പിച്ചാൽ മതി. ഒരു വിർച്വൽ ക്വാർട്ടർ ഫൈനലായിട്ട് അത് മാറി. അതും കൂടാതെ ഇപ്പോൾ സഞ്ജു സാംസൺ തിരിച്ചു വന്ന് 50 സെഞ്ചുറി ഒന്നും അടിച്ചില്ല. പക്ഷേ അതോടെ ആ ടീം മൊത്തത്തിൽ ആ ബാറ്റിംഗ് ലൈൻ ഇപ്പോൾ സെറ്റായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇഷാൻ കിഷൻ വൺ ഡൗണിലേക്ക് വന്നു. കിഷൻ അവിടെ ഓൾറെഡി പ്രൂവ് ചെയ്ത പ്ലെയറാണ്. സൂര്യ നമ്പർ 4 ഓൾറെഡി ഇൻഫോമാണ്. 3 നമ്പറിൽ കളിച്ചുകൊണ്ടിരുന്ന തിലക് വർമ്മ സ്ലോ ആണെന്നായിരുന്നല്ലോ പരാതി. ഇപ്പോൾ തിലക് വർമ്മ താഴേക്ക് ഇറങ്ങി 6ാം നമ്പറിൽ വന്നപ്പോൾ ഗംഭീര പെർഫോമൻസ്. ഹാർദിക് പാണ്ഡ്യ വരെ ഓവർഷാഡോ ചെയ്ത ഷോട്ട് മേക്കിംഗ് ആണ് ഇന്നലെ കണ്ടത്. ഹാർദിക് പാണ്ഡ്യ പിന്നെ ഓൾറെഡി ഫോമിലാണ്. പിന്നെ വരാനുള്ള ശിവം ദുബെയാണ്. റിങ്കു സിംഗിൻ്റെ ആവശ്യം സത്യത്തിൽ ആ ലൈനപ്പിലില്ല. റിങ്കുവിൻ്റെ ഫാമിലി എമർജൻസി കാരണം പോകുന്നത് കൊണ്ട് സഞ്ജുവിന് ചാൻസ് കിട്ടുമെന്നൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ റിങ്കു ഇന്നലെ ഉണ്ടായിരുന്നു. റിങ്കു സബ്സ്റ്റിറ്റ്യൂട്ട് ഫീൽഡറായിട്ട് വന്നിരുന്നു. അപ്പോൾ അതൊരു സ്ട്രാറ്റജിയാണ്. സഞ്ജു വന്നു, അപ്പോൾ ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനായി. റിങ്കുവിന് പകരം ആ പൊസിഷനിൽ അക്ഷർ പട്ടേൽ വരും. ഇന്ത്യക്ക് ഇപ്പോൾ കൃത്യം ബാറ്റിംഗ് ലൈനപ്പ് ഇതാണെന്നാണ്. ബാറ്റിംഗ് ലൈനപ്പ് ഏതാണ്ടൊക്കെ ഓക്കെ, പക്ഷെ എന്നാലും ഇന്ത്യയുടെ ബോളിംഗ് അത്ര സുഖകരമായിട്ട് തോന്നില്ല. ബോളിംഗിൽ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. ദുബൈ ഒരു ബോളറായിട്ട് കൂട്ടാനില്ല. ദുബൈ നല്ലോണം അടി വാങ്ങുന്നുണ്ട്. വരുൺ ചക്രവർത്തി ഔട്ട് ഓഫ് ഫോമാണ്. അതുപോലെ ബുംറയ്ക്ക് ഇന്നലെ മാത്രമല്ല, ഈ കഴിഞ്ഞ എല്ലാ മത്സരങ്ങളിലും ബുംറയുടെ നിലവാരം വെച്ച് നോക്കുമ്പോൾ കൂടുതൽ അടി വാങ്ങിച്ചു. 2 ബൗണ്ടറി അടിച്ചുകൊണ്ടാണ് ബെന്നറ്റ് ഇന്നലെ ബുംറയെ തുടങ്ങിയത്. അതുപോലെ അവസാന 50 അടിക്കാൻ നേരത്തും ബെന്നറ്റ് 6 പറത്തിയാണ് 50 അർദ്ധ സെഞ്ചുറി. ആക്ച്വലി ബുംറയുടെ കരിയർ ആവറേജ് എക്കോണമി അറൗണ്ട് 6 ഉള്ള ആളിന് ഈ ടൂർണമെന്റിൽ ഉടനീളം 7, 8, 9 ഒക്കെ പോകുന്നുണ്ട്. അതൊരു ഏരിയ ഓഫ് കൺസേൺ ആണ്. ഹർഷദീപിന് പഴയ പോലെ പവർ പ്ലേയില് ഹർഷദീപിന് സ്വിംഗ് വേണ്ടത്ര കിട്ടാത്തതാണ് പ്രശ്നം. ഇതിനിടയ്ക്ക് മുഹമ്മദ് സിറാജ് എന്നൊരാൾ പുറത്തിരിക്കുന്ന കാര്യം പലരും മറന്നു പോകുന്നു. അതുപോലെ ഈ ഹർഷദീപിന് ഈ മധ്യ ഓവറുകളിൽ കൂടുതൽ സ്റ്റാറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ മധ്യ ഓവറുകളിൽ കൂടുതൽ വിക്കറ്റ് എടുത്തേക്കുന്ന ഒരു പ്ലെയർ ആണ്. ഹർഷദീപിനെ പവർ പ്ലേ കഴിഞ്ഞിട്ട് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി എഫക്റ്റീവ് ആവും. ഹാർദിക് പാണ്ഡ്യ പവർ പ്ലേയിൽ പവർ പ്ലേ ബെറ്റർ ഒരു പക്ഷേ ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും തോന്നുന്നു. പക്ഷേ സ്പിന്നിന്റെ കാര്യത്തിലാണ് കൂടുതൽ കാണിച്ചത്. ഇത് റീഅറേഞ്ച്മെന്റ് കൊണ്ട് ശരിയാവും. പക്ഷേ സ്പിന്നിന്റെ കാര്യത്തിൽ കളിക്കാർ ഫോം വീണ്ടെടുക്കാതെ ഇന്ത്യക്കൊരു ലോകകപ്പ് മോഹം വെച്ച് പുലർത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.